ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു OTT റിലീസായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന മലയാളം സിനിമയാണ്. അപ്പോൾ പലവർക്കും ഞാനൊരു തമിഴ് ആക്ടർ അല്ലെങ്കിൽ 96ലൂടെ വന്ന ഒരു കുട്ടീന്ന് അറിയെങ്കിലും മലയാള സിനിമയിൽ കൂടുതൽ സജീവം ആവണം ആണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനെന്തായാലും ഇതൊരു നല്ല പടമായിരുന്നു. എനിക്ക് വിപിൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, സെറ ഐസക് എന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങളുടെ 2 പാട്ടുകൾ ഇതുവരെ ഭയങ്കര ഹിറ്റാക്കി തന്നു നിങ്ങളെല്ലാവരും. 7 പാട്ടുകളുണ്ട് ഞങ്ങളുടെ സിനിമയിൽ. അതിൽ ഓണം മൂഡ് വൈറലായി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും പ്ലേ ചെയ്ത പാട്ടായിരുന്നു. സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ആവും. അപ്പം നിങ്ങൾക്ക് സിനിമയെ പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്തായാലും ഒരു ഓണത്തിൻ്റെ മുമ്പ് തന്നെ ഒരു സെലിബ്രേഷൻ തുടങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് പടമായിട്ടാണ് ഞങ്ങൾ സാഹസം റിലീസ് ചെയ്യുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സോ ഈ സ്റ്റേയിൽ വന്നിരിക്കുമ്പോൾ ഒരു ഗസ്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്തൊന്നും തോന്നുന്നില്ല. കാരണം മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ ലുലു മോളിൽ വരാറുണ്ട്, വെള്ളിയാഴ്ചകളിൽ സിനിമ കാണാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ഹോം എന്നൊക്കെ എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാനിതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ജീവൻ വളരെ സാധാരണക്കാരനാണ്. 10 വില്ലന്മാർ വന്നാൽ ഇടിച്ചിടാൻ പറ്റാത്ത സാധാരണ നിങ്ങളെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പിന്നീട് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ ഉള്ളവരും നിങ്ങൾ പോസ്റ്ററിൽ കണ്ട മറ്റുള്ള എല്ലാവരും ജീവൻ്റെ കഥയിലേക്ക് വരുന്നുണ്ട്. അവസാനം ഈ സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സാഹസമാണ് ചിലപ്പോൾ ഈ സിനിമ. കൂടുതൽ പറയാനില്ല. എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ രതീഷ് എന്നോടാണ്. കാരണം ഞങ്ങളൊക്കെ വെച്ച് ഇത്രയും വലിയൊരു സാഹസം എടുത്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഞാൻ ആഴ്ചയിൽ ഒരു 4 ദിവസം വന്നാൽ ഞാൻ 6 ദിവസം ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഇവൻ്റ് നടക്കുമ്പം, സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ, ലോഞ്ച് നടക്കുമ്പോൾ നിങ്ങളെ പോലെ മുകളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കാശായി കഴിഞ്ഞപ്പോൾ കോസ്റ്റ കോഫിയുടെ മൂലികൻ്റെ പിന്നെ കൗച്ചിൽ അവരുടെ ഓഫറിൻ്റെ ബോർഡിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടാവും ഒരു കാപ്പിയായിട്ട്. ഇടയ്ക്ക് സിനിമ കാണും, ഇതിലേ നടക്കും. ഇതും എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലാണ്. പണിയില്ലാത്ത സമയങ്ങളിൽ എനിക്കിവിടെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കയറുന്നത്. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. ആൻഡ് സാഹസം ഞങ്ങളെല്ലാവരുടെ ഒരു 10-45 ദിവസം കഷ്ടപ്പെട്ടെടുത്തൊരു സാഹസമാണ് ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസാവുന്നത്. ഇതിൽ റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. റോണി നല്ല കാശുള്ള വീട്ടിലെ ഒരു അഹങ്കാരിയായ, നല്ല കാശുള്ള വീട്ടിലെ ഒരു അങ്കിളിൻ്റെ അഹങ്കാരിയായിട്ടുള്ള മോനാണ്. ഈഗോയിസ്റ്റിക് പേഴ്സണാണ്. അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഒരു അലവലാതി. അതെനിക്ക് എന്താ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ക്യാരക്ടർ എൻ്റെ ഭദ്രമായിരിക്കുമെന്ന് പലതവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനമായ ലുലു മാളിൽ നിന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ പ്രാവശ്യം വന്ന് ചായയും കാപ്പിയും കുടിക്കുന്ന സിനിമ കാണുകയും പല ഭക്ഷണങ്ങളും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു പുതിയൊരു സ്ഥലത്ത് വന്ന ഒരു മൂഡില്ല എന്തായാലും. പിന്നെ സാഹസത്തിൽ സാം എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു IT പ്രൊഫഷണലാണ്. ഞാൻ റബ്സാൻ്റെ ക്യാരക്ടേഴ്സൊക്കെ IT പ്രൊഫഷണൽസാണ്. ആ ഒരു IT കമ്പനിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നം. പിന്നെ എല്ലാവരും ഒരുപാട് ക്യാരക്ടേഴ്സ്, നിങ്ങൾ ഈ പോസ്റ്റർ ഞാൻ പോയി, അപ്പോൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. ബാബു ആൻ്റണി തൊട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, താഴെയും മെയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് സോൾവ് ആവുക, ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ കീർവാണങ്ങളില്ല, തള്ളുകളില്ല. കാരണം ആദ്യം ഞങ്ങളൊരു പാട്ടിറക്കി, ഏത് മോഡ്, പിന്നെ ഒരു ടീസർ ഇറക്കി, പിന്നെ മറ്റൊരു റൊമാൻറ്റിക് സോങ്, ഇവർ രണ്ടുപേരും റൊമാൻറ്റിക് സോങ് ഇറക്കി. ഇന്ന് ട്രെയിലർ ഇറക്കാൻ പോകുന്നു. ഇത്രയും ഇനി പാട്ടുകൾ ഇറങ്ങും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും എന്താണ് സിനിമ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സിനിമ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് 8-ാം ഈ സിനിമ റിലീസായി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പടത്തെക്കുറിച്ചുള്ള കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫാസ്റ്റ് പേസ്ഡ്, ഡാർക്ക് ഹ്യൂമർ, ത്രില്ലർ, ഒരു ആക്ഷൻ ജോണർ, ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ പോസ്റ്റർ മാറ്റി. പോസ്റ്ററിൽ എന്നെ ഇതാ രാജീവ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു ചെറുതായിട്ടൊരു കാർട്ടൂൺ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രൊഫഷൻ നടത്തുന്ന ഒരു നർക്കോട്ടിക്സ് ഓഫീസർ, അതേസമയം കുറേ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്.
സംശയരോഗിയും പേഴ്സണലി ഈ നമ്മുടെ മിറർ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കും, അങ്ങനെ കുറേ ഇൻഹിബിഷൻസ് ഒക്കെ ഒരു ക്യാരക്ടറാണ്. വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണത്. തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും തിയേറ്ററിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. അല്ല, ഇത് കുറച്ച് ട്രിക്കിയാണ് ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ കോറേറ്റർ ഇതുണ്ട്. ആക്ച്വലി ഇത് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ത്രില്ലറാണ്, അഡ്വഞ്ചർ ത്രില്ലറാണ്. ബട്ട് നത്തിങ് സീരിയസ്, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ത്രില്ലറല്ല. ഹ്യൂമറുണ്ട്, ഡാർക്ക് ഹ്യൂമറുണ്ട്, അഡ്വഞ്ചർ, ചേസ്, കുറേ പാട്ട്, ബഹളം, ഒരു സെലിബ്രേഷൻ മൂഡ് പാക്കേജാണ്. സോ ഓണം ടൈമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ചേട്ടനുണ്ട് അല്ലേ സിനിമയിൽ? അതെ. ബാബു, നമ്മുടെ ബാബു ആരണി ചേട്ടൻ കൂടി ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറേ വർഷമായിട്ട് കാണണം എന്ന് വിചാരിച്ച ബാബു ആരണി ചേട്ടനെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല ആക്ഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം ഉണ്ട്, എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട്. തീർച്ചയായും നമുക്ക് ഓഗസ്റ്റ് 8-ന് അദ്ദേഹം ആക്ച്വലി ഇത് കുറച്ച് നേരം സംസാരിക്കുന്നത് പുള്ളി US-ലാണ്, പുള്ളിക്ക് വരാൻ പറ്റിയില്ല. പുള്ളി ഇവിടുത്തെ പ്രൊമോഷനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സോ ഹീസ് റിയലി എക്സൈറ്റഡ് ഫോർ ദ ഫിലിം.